ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്ന് കൊല്ലം വിജിലൻസ് കോടതി. വെയിൽ തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണം, തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടതായി SIT കോടതിയിൽ. കൂടാതെ പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും SIT. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരങ്ങൾ ചേർന്നു. പ്രശാന്ത്, ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെന്നാണ് കൊല്ലം വിജിലൻസ് കോടതി പറയുന്നത്. വേലിയിൽ തന്നെ വിളവ് തിന്നെന്നും നിരീക്ഷണമുണ്ട്, തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടതായും SIT കോടതിയിൽ പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എ പത്മകുമാറിന്റെ ജാമ്യ ഹർജിന്മേലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ പത്മകുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഈ വിജിലൻസ് കോടതി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി. 2018 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയമുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ, തന്ത്രിയുടെ വാക്ക് മാനിക്കാതെയാണ് ഈ വിഗ്രഹങ്ങൾ, അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്, പോറ്റിയിലേക്ക് കൊടുത്തുവിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എ പത്മകുമാർ ഈ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. അതിന്മേലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വ്യക്തമായും കോടതി പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് അറിവുണ്ട്, പത്മകുമാറിന് പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പത്മകുമാറിൻ്റെ ബാങ്ക് രേഖകളടക്കം പരിശോധിക്കണമെന്നും പറയുന്നു. ഈ ബാങ്ക് ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ജാമ്യം കോടതി നിഷേധിച്ചിരുന്നു. വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ SIT സമർപ്പിച്ച ഓരോ വിഷയങ്ങളും എടുത്തുകൊണ്ട് അതിൽ തെളിവുകളുണ്ട്, കൃത്യമായും തെളിവുകളുണ്ട് എന്ന കാര്യം ഇപ്പോൾ കോടതി തന്നെ പറയുന്നത്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായ പങ്ക് പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങളും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നൽകണ്ട എന്ന തീരുമാനത്തിലേക്ക് കോടതി തന്നെ എത്തിയത്. കൃത്യമായും പത്മകുമാറിൻ്റെ അറിവോടെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, അതോടൊപ്പം തന്നെ CPM മുൻ MLA ആയിരുന്നു പത്മകുമാറിന്റെ അറിവോട് തന്നെയാണ് ഇത്തരത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നടന്നത് എന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് വ്യാപിപ്പിച്ചുകൊണ്ട് 4 ഘട്ടങ്ങളിലായി വ്യാപിപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണം ഒരു വിഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനൊപ്പമാണ് മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് വീണ്ടും അന്വേഷണ സംഘം കടക്കുന്നു. അതിനിടയിലാണ് ഈ പത്മകുമാർ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും, അതായത് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പത്മകുമാറിന് അറിവുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2018 മുതൽ ഉള്ള ബന്ധമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സ്വർണ്ണപ്പാളികൾ കാണാതെ പോയ 2018, 2019 കാലങ്ങളിലെല്ലാം ആ സമയത്തെല്ലാം ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നമ്മൾ മുൻ ഒരു ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം എല്ലാം ചെയ്തത് സഖാവിന് വേണ്ടിയിട്ടാണ് ഇക്കറിഞ്ഞ കാര്യങ്ങളെല്ലാം താൻ ചെയ്തെന്ന് ദേവസ്വം ബോർഡ് അംഗമായ N. വിജയകുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഈ പത്മകുമാറിന് കൃത്യവും വ്യക്തവുമായ പങ്ക് ഈ സ്വർണ്ണക്കവർച്ചയുമായി ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുതന്നെയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നിരീക്ഷണവും. അമൽ, ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി നടത്തിയിരിക്കുന്നത്. വെയിൽ തന്നെ വിളവ് തിന്നുമെന്നും നിരീക്ഷണമുണ്ട്, തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടതായും SIT പറയുന്നു. കൂടാതെ പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും SIT ആവശ്യപ്പെട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.